ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐ സിസ്റ്റർ മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ നല്ല രുചികരമായ ഒരു മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഞാനിവിടെ ഏട്ടയാണ് എടുത്തത്. ഒരു 3/4 കിലോ ഏട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ട, തിരണ്ടി അങ്ങനെ കുറച്ച് തരം മീനുകളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 3 തണ്ട് കറിയില, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പുളിയാണ് പിഴിഞ്ഞെടുത്തത്. 2 പച്ചമുളക്, 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ നമ്മൾ സാധാരണ മുറിക്കുന്ന മാതിരി മുറിച്ച് കഴുകി വെച്ചതാണ്. ഏട്ടയായിരുന്നു എടുത്തത്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ അതൊക്കെ ചേർത്തുന്നത്. അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കിയ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചട്ടി തന്നെ എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നീളങ്ങനെ അരിഞ്ഞതാണ്, 2 പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കറിയില ഇപ്പം ചേർത്തണം. ബാക്കി നമ്മൾ കറി ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്തുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്യുക, എന്നാലേ ഉള്ളൂ ആ ഒരു മീനിലേക്ക് എല്ലായിടത്തേക്കും ഈ ഒരു ഇത് എത്തുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കുക. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ ഈ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഒരു തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. മീനിൻ്റെ വേവൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നല്ലോണം ഒന്ന് തിള വന്നതിന് ശേഷം നമ്മളിത് സിമ്മാക്കിയിട്ട് വീണ്ടും വേവിക്കണം. നമുക്ക് കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല തിളയൊക്കെ വന്ന് മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബാക്കി കറിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്തണം. 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം എരിവ് നമ്മൾ ആദ്യം മുളക് ചേർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർത്താൻ. അപ്പോൾ അതും കൂടി ചേർത്തുമ്പോൾ ഈ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മളെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കി എല്ലാവരും ട്രൈ ചെയ്യുക. ചിക്കൻ്റെ ഒക്കെ ഒരുപാട് വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്